ആലത്തൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചെടുത്ത് മോഷ്ടാക്കൾ. കുനിശ്ശേരി ചുണ്ണാമ്പുതറയിൽ 85-കാരി രത്നവല്ലിയുടെ കഴുത്തിലെ 3 പവന്റെ മാലയാണ് മോഷ്ടാക്കൾ പൊട്ടിച്ച് കൊണ്ടുപോയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് മോഷണം നടത്തിയത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം നടന്നത്. 2 പേർ തന്നെ ബലമായി പിടിച്ചു നിർത്തി മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു എന്ന് രത്നവല്ലി പറഞ്ഞു. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ എന്നെ ശ്രദ്ധിക്കുമല്ലോ. അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉമ്മർത്ത വാതിൽ കൂടെ ഇവിടെ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ചെയറിൽ. അപ്പോൾ ഈ വാതിൽ കൂടെ 2 പേര് ഉള്ളിലേക്ക് കടന്നതും അതിൽ ഒരുത്തൻ എൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അങ്ങനെ വന്നത് അങ്ങനെ വായ പൊത്തിപ്പിടിച്ചു. ആരെങ്കിലും വിളിക്കണ്ട പറഞ്ഞിട്ടായിരിക്കും. വായ പൊത്തിപ്പിടിച്ചപ്പോൾ ഞാൻ എന്താടാ ആരാടാ നിങ്ങളൊക്കെ എന്താടാ വേണ്ടത് അങ്ങനെ ഇത്തിരി കയർത്ത് ചോദിച്ചപ്പോൾ എനിക്കത് പറയാൻ കിട്ടിയില്ല വായ. പിന്നെ ഞാൻ അങ്ങനെ ചേർന്ന് വീണിട്ട് പിന്നെ അവൻ അത് വെച്ചെടുത്തപ്പോൾ എനിക്ക് ഒന്നും പറയാനും കിട്ടിയില്ല. എനിക്ക് ആകെ ഭ്രമമായി. അത് കഴിഞ്ഞതും അവൻ അടുത്തുള്ളവനോട് പറഞ്ഞു മാല പൊട്ടിക്കടാ പറഞ്ഞു. അപ്പോൾ അവന് മാല പൊട്ടിക്കാൻ എളുപ്പത്തിൽ കിട്ടി. അപ്പോൾ അവന് അത് കിട്ടിയപ്പോൾ 2 ആളും കൂടെ പോയി. എനിക്കാകെ പരിഭ്രമമായി. ഞാൻ വിചാരിച്ചതേ ഇല്ലല്ലോ, പേടിച്ചു. ഒറ്റയ്ക്കാണോ താമസം? ഇവിടെ ഞങ്ങൾ കുറേ കൊല്ലമായി അങ്ങനെ ഇരിക്കുന്നു. ഒന്നുമില്ല, ഒരു പേടി ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഈ വീട്ടുകളിൽ ആർക്കും ഏത് വീട്ടിലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. വന്ന 2 പേരെ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറഞ്ഞാൽ ഒരുത്തൻ ഇങ്ങനെ ആ വായ പൊത്തിപ്പിടിച്ചവൻ അപ്പോൾ ഒത്തിരി എൻ്റെ മുഖത്തിനോട് ഒത്തിരി അടുത്തുമല്ലോ. അത് കാരണം അവൻ്റെ കണ്ണൊക്കെ ഒത്തിരി വലിയ കണ്ണും ചുട്ടമുടിയൊക്കെ അങ്ങനെ ഇത് കണ്ടു. ഒരു ആകെപ്പാട് ഇത് കണ്ടു എന്നല്ലാണ്ട് എനിക്കങ്ങനെ മറ്റവനെ ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ ഡ്രസ്സൊക്കെ ചോദിച്ചു പോലീസുകാർ. എന്താ ഒരു ഡ്രസ്സ് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാൻ്റല്ല, എന്തായാലും പാൻ്റല്ല. 2 പേരും ലുങ്കിയും ടീഷർട്ടുമാണ് തോന്നുന്നുണ്ട്. തലയിൽ റെഡ് തോത്ത് കെട്ടിയിട്ടുണ്ട് ഈ ആദ്യം വന്നത്. ഈ മോഷണ ശ്രമത്തിന് ശേഷം ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ടോ? ഇല്ല, ഒരു പേടിയില്ല. അങ്ങനെ ഇല്ല, പേടി മനസ്സിൽ തോന്നുന്നില്ല. സത്യമാണ് പറയുന്നത്, പേടിയൊന്നുമില്ല. കാരണം ഇവിടെ ഞങ്ങൾ 50 കൊല്ലത്തോളമായി ഇവിടെ ഇരിക്കുന്നേ. അപ്പം അത് കാരണം ഒരു അങ്ങനെയൊക്കെ പേടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? സംഭവത്തിൽ ആലത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.